അപ്രതീക്ഷിതമായ നോമിനേഷൻ നീക്കം. S3-യിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ പുറത്തു പോകും. S3 ശരത്ത്, ശൈത്യ, ശാരിക. നമസ്കാരം. ഇന്നത്തെ ഒരു ലൈവ് അപ്ഡേറ്റ്. ഒരു നോമിനേഷൻ പ്രക്രിയയാണ് ഇന്ന് പ്രധാനമായും നടന്നത്. ഉച്ചയ്ക്ക് രാവിലെ മുതൽ പുതിയ ക്യാപ്റ്റൻസി വന്നിരിക്കുന്ന ആര്യന് ബിഗ് ബോസിന്റെ പ്രസൻസി കൊടുത്തില്ല എന്നും പറഞ്ഞ് പിന്നെ ഷാനവാസ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനകത്തിലെ പിന്നെ കിച്ചണിലേക്കാണ് ഇപ്പൊ എല്ലാരും ഫോക്കസ് ചെയ്യുന്നത്. കിച്ചണിനകത്ത് നിന്നാണ് കണ്ടന്റ് വരുന്നത്. അതുകൊണ്ട് കിച്ചണിലേക്ക് പോകാൻ മത്സരമാണ്. ശരത്ത് ഇടിച്ച് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ശരത്തിന്റെ വായിൽ നിന്ന് അനാവശ്യ വാക്കുകൾ, പദപ്രയോഗങ്ങളെല്ലാം നടക്കുന്നു. യാതൊരു റെസ്പെക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇവര് ബിഗ് ബോസ് വന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. കിച്ചണകത്തില് ഇന്ന് സമയത്തിന് ഫുഡായില്ല, നേരത്തെ എഴുന്നേറ്റെല്ലാം ചെയ്തു. ഒരു ഇതുവരെ ഉണ്ടായിൽ നിന്ന് വ്യത്യസ്തമായ ഒറ്റ കാര്യം നടന്നു, അതേ ഉള്ളൂ. പിന്നെ കിച്ചണിനകത്ത് പിന്നെ പലരും അനാവശ്യമായി കയറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഇതൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രം. അപ്പൊ ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിണ്ടാപ്പൂച്ച മാതിരി ഇരിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, തന്ത്രപരമായി മുന്നേറുന്നവർക്ക് അഭിനന്ദനങ്ങൾ, അലറി വിളിച്ച് പ്രഹസനം ഉണ്ടാക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, വിരട്ടിയോ അല്ലെങ്കിൽ വഴക്കിട്ടോ ആത്മപ്രശംസ നേടുന്നവർക്കും അഭിനന്ദനങ്ങൾ. ഇതൊരു കളിയാക്കലാണെന്നുള്ളത് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി. എന്നാൽ നമുക്ക് നോമിനേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതായിരുന്നു ഇന്ന് നടന്ന കാര്യം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ശൈത്യ ഇങ്ങനെ പിച്ചു കയറി നിൽക്കുക. പുതിയ ഒരു ആഴ്ച കൂടി കൊടുക്കുമ്പം അവർക്ക് നോമിനേഷനിൽ 3ാമത്തെ ആഴ്ചയിൽ അവർ വന്നിരിക്കുകയാണ്. പിന്നെ വോട്ടിംഗ് നില അവർക്ക് 4 ഉള്ള നിലയിലാണ് ശാരികയും ശൈത്യയും വന്നേക്കുന്നത്. ഒപ്പം ശരത്തും ശൈത്യയും. ശാരിക 5ാമത് ടോപ്പറാണ്. അപ്പൊ ഈ ആഴ്ച പുറത്തു പോകുന്നത് ശാരികയാണ്. 3 പേരെയും വിടുവോ? ചിലപ്പോൾ 2 പേരെ വിടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരാളെ വിടാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ശൈത്യ ആയിരിക്കും കൂടുതൽ. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, എൻ്റെ ഒരു വ്യൂവില് ശൈത്യ ഇപ്പൊ 2 വന്നുകൊണ്ട് ശൈത്യ വിടാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്ന ശാരിക. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ചോദിച്ചാൽ, വരും ദിവസങ്ങളിലെ കഠിനമായ ടാസ്കിലൂടെ ഇവര് അങ്ങേയറ്റം ഒരു എഫർട്ട് എടുത്തില്ല. ഇതിനകത്ത് കിടന്ന് ബഹളം വെച്ചിട്ടോ വഴക്കിട്ടിട്ടോ ഗെയിമിൽ നേടാം എന്നുള്ള നമ്മുടെ പബ്ലിക് മനസ്സിലാക്കുന്ന കാര്യം ബിഗ് ബോസ് ഇന്ന് തുറന്നു പറഞ്ഞു. എല്ലാവരും ഒത്തിരി കമന്റുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് നടക്കുന്നത്, ഇവരെന്ത് ഈ കുറച്ചു പേര് ഇതിനകത്ത് കുറെ പേര് പോകണം. ശൈത്യ പോണം, ശാരിക പോണം, ശരത്ത് പോണം. ശരത്ത് ചിലപ്പോ കുറച്ചുകൂടെ കളിച്ചേക്കും. പക്ഷെ അവിടെ ഗ്രൂപ്പ് അക്ബറും ഒക്കെ കൂടെ ചേർന്ന് അവിടെ ഗ്രൂപ്പ് കളിയുണ്ട്. അപ്പൊ സരികയൊക്കെ അതിനെ കൂട്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ബോധമുണ്ട്. എന്തായാലും ശരി, ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയയാണ്. നമുക്ക് ആരൊക്കെയാണ് ഓരോരുത്തരെയും വിളിച്ചിട്ട് 2 പേരുടെ പേര് നോമിനേഷൻ ചെയ്യാൻ പറയുന്നു. അതിന്റെ വ്യക്തമായ കാരണങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ ആദ്യം വന്നത് ശാരികയാണ്. ശാരിക വന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ പ്രേക്ഷക വിധി പ്രകാരം നിങ്ങൾ കണക്കാക്കുന്ന ഇവരുടെ വ്യൂ അല്ല, ശരിക്കും പ്രേക്ഷകരുടെ ആ ഒരു ആസ്പെക്റ്റിലാണ് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും അവരവരുടെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ശരി, ശാരിക പറഞ്ഞ അനുമോള് പിന്നെ ഒരു സേഫ് ആയിട്ട് കളിക്കുന്നു, ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ അനുമോളുടെ പേര് പറഞ്ഞു. പിന്നെ ശൈത്യയുടെ പേര് പറഞ്ഞു. 2 ആഴ്ചകളായിട്ട് ഈ എവിക്ഷനിലുള്ളതാണ്. ശൈത്യ മുന്നേറുന്നില്ല, സത്യമാണ്. ശൈത്യം എന്നല്ല, ഇതിനകത്ത് ഒരു 3-4 പേര് പുറത്ത് പോയി നല്ല കളിക്കാരെ കൊണ്ട് ഇപ്രാവശ്യം നല്ല ഗെയിമാണ്. നല്ല ആൾക്കാരത് പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഏറ്റെടുത്തു. മറ്റാളെ അങ്ങോട്ട് കളിച്ച് കയറട്ടെ, അതിനുള്ള അവസരം നല്ല കണ്ടസ്റ്റൻസിനെ വൈൽഡ് കാർഡ് എൻട്രി കൂടെ കൊണ്ടുവരട്ടെ. പിന്നെ അനുമോളെ വിളിച്ചു. അനുമോള് പറഞ്ഞ അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ഇതിനകത്തിൽ ബിഗ് ബോസിന്റെ 1ാം സ്ഥാനത്ത് എത്താമെന്നായിരിക്കും ചിലർ കരുതിയിരിക്കുന്നത്. അത് തെറ്റാ. 2ാമത് ജിസേലിന്റെ പേര് പറഞ്ഞു. ജിസേലുമായിട്ടുള്ള പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ജിസേലിന്റെ പേര് അനുമോള് പറയും, ജിസേല് അനുമോളുടെ പേരും പറയും. ഇപ്പൊ വരും നോക്കാം. അടുത്തത് പിന്നെ
ഈ റന ഫാത്തിമ രണ്ടുപേരെല്ലാം രണ്ടുപേര് കൂടുതലുണ്ടെന്ന് അനുമോള് പറഞ്ഞത്. റന ഫാത്തിമ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള പരാമർശങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അഭിലാഷ് വിളിച്ചപ്പോ അഭിലാഷ് പറഞ്ഞത് ശരത്ത് അതായത് അയാളൊരു അഭിലാഷിനെ ഏറെക്കുറെ ഈ വ്യൂവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു സൈലന്റ് കില്ലറാണ് വേണ്ട പറയാൻ. അവൻ കളിക്കേണ്ടത് കളിക്കുന്നുമുണ്ട്, ആ രീതിയിൽ പോകുന്ന ഒരു ആളാണ്. അവന്റെ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് കാലിന്റെ പ്രശ്നമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കളിയാക്കുന്ന ശരത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പണിക്ക്. ഇപ്പം അഭിലാഷിനെ അത് ഒരു കാര്യം, നമ്മള് ദൈവം തരുന്ന നമ്മുടെ സൃഷ്ടിയാണ് നമ്മളെന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് ഈ ദേഹം നാളെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു അടുത്ത നിമിഷം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയില് മറ്റൊരാളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പബ്ലിക് അത് ചെയ്യത്തില്ല. ശരത്തിനത് ദോഷം തന്നെ ചെയ്യും. ഇപ്പൊ ശരത്തിന്റെ പേരാണ് അഭിലാഷ് ഒന്ന് പറഞ്ഞത്, രണ്ട് സരിക. പിന്നെ അവര് സരികയും പറയുന്നത് ഈ ശരത്ത് അക്ബർ ഒരു ഗ്രൂപ്പാണ്, സരിക അതിനകത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വിളിച്ചത് റന ഫാത്തിമയാണ്. ശാരികയുടെ പേര് പറഞ്ഞു, ശൈത്യയുടെ പേര് പറഞ്ഞു. അവർ ഹോട്ട് സീറ്റിലെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ ശാരികയുടെ പേര് പറഞ്ഞു. ശൈത്യയും പറയുന്നുണ്ട്. ശൈത്യം എല്ലാവരും പറയുന്നുണ്ട്. അക്ബർ അഞ്ചാമത് വരുന്നു. ശാരികയുടെ പേര് പറയുന്നു, ഷാനവാസിന്റെ പേര് പറയുന്നു. ഇപ്പൊ ചൂടായ കാര്യങ്ങളൊക്കെയാണ് ഇവർ തമ്മിൽ. അക്ബർ പറയുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഈ അനീഷിന്റെ പ്രശ്നത്തില്, പഴയ പ്രശ്നത്തില് പിന്നെ ശാരികയ്ക്കൊപ്പം നിന്നാണ് അക്ബറൊക്കെ. പക്ഷെ ബിഗ് ബോസ് ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് കൂറുമാറി എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നു. ഈ പ്രേക്ഷക വിധിപ്രകാരം പറയുമ്പോൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ സത്യം. പിന്നെ വന്നത് സരിക PG. അനിമോളെ പറയുന്നു, രേണുവിനെ പറയുന്നു, ശരത്ത് പിന്നെ വരുന്നു, ഒനിൽ സാബുവിനെ പറയുന്നു. ഒരാക്ടിവിറ്റി ഇല്ല ഒനിൽ സാബുവിന്. അതുപോലെ പിന്നെ പറയുന്നത് ആരെയാണ്? ഒനിൽ സാബുവിനെ പറയുന്നു, ശൈത്യയെ പറയുന്നു. ശൈത്യക്ക് 4 പോയിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദില എന്ന് പിന്നെ വന്നിട്ട് നെവിന്റെ പേര് പറയുന്നു, ശാരികയുടെ പേര് പറയുന്നു. പിന്നെ നെവിൻ വന്നിട്ട് സരിക KB പേര് പറയുന്നു, അക്ബറിന്റെ പേര് പറയുന്നു. ജിസേല് വന്നിട്ട് അനുമോടെ പേര് പറയുന്നു, ആദില നൂറയുടെ പേര് പറയുന്നു. ജിസേല പറഞ്ഞില്ലേ ഇവിടെ, അനുമോള് ജിസേലിനെ പറയും, ജിസേല് അനുമോളിനെയും പറയും, അത് ഉറപ്പാ. പിന്നെ ഷാനവാസ് വന്നിട്ട് റന ഫാത്തിമയുടെയും പറയുന്നു, ശരത്തിന്റെയും പറയുന്നു. പിന്നെ രേണുവിനെ വിളിച്ചപ്പോ ശരത്തിന്റെ പറയുന്നു, ഒനീലിന്റെ പറയുന്നു. അനീഷിനെ വിളിച്ചപ്പം ബിന്നിയുടെ പേര് പറയുന്നു, ശരത്തിന്റെ പേര് പറയുന്നു. അങ്ങനെ പിന്നെ വിളിച്ചത് ശൈത്യയാണ്. ശൈത്യ പറഞ്ഞ റന ഫാത്തിമ അക്ബർ. ഒനീലിനെ വിളിച്ചപ്പോ പറയുന്നു ഈ കൊച്ചിയുടെ ആളാണ്. പിന്നെ ശാരിക. ബിന്നിയെ വിളിച്ചപ്പോ ശൈത്യയുടെ പേര് പറഞ്ഞു, ഒനീലിന്റെ പേര് പറയുന്നു. ആര്യനെ വിളിച്ചപ്പോ അഭിലാഷും ഷാനവാസും. അങ്ങനെ ഇത് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരുത്തിട്ട് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, വ്യാജ പ്രചരണം, അനാവശ്യ കാര്യങ്ങൾ ഇടപെടൽ, പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ഇവരുടെ എല്ലാം ഇതിന്റെ ഫലമായുള്ള നോമിനേഷൻ ഒരു സൂചന കൊടുത്തേക്കാണ്. ബിഗ് ബോസിന് മനസ്സിലായി ഇത് കള്ളക്കളി കളിക്കുകയാണ്. ഇതിനകത്തില് യഥാർത്ഥ ടാസ്കോ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഗെയിമിലേക്ക് പോകാതെ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഈ പരിപാടിക്കൊക്കെ എതിരെയാണ് ഇന്നത്തെ നോമിനേഷൻ ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. എന്തായാലും ശരി, 2 വോട്ടാണ് സരിക PG, ഷാനവാസ്, റന ഫാത്തിമ, അവരൊക്കെ രക്ഷപ്പെടും. 3 വോട്ട് ഒനിൽ, അനു, അക്ബർ, അവരും രക്ഷപ്പെട്ടു. 4ാമത് വന്നേക്കുന്ന ശരത്ത്, ശൈത്യ. 5 വോട്ട് കിട്ടിയേക്കുന്നതാണ് ശാരിക. ഹോട്ട് സീറ്റ് അല്ലാതെ അവരുടെ കയ്യിൽ ഒന്നുമില്ല. വേറൊരു കാര്യം, പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മെയിൻ പോയിന്റ് ഉണ്ട്. ഇതിനകത്തിൽ അനീഷ് ഇല്ല. അനീഷിന്റെ പേര് വന്നിട്ടില്ല. ആദ്യത്തെ ആഴ്ച ഒരു ക്യാപ്റ്റൻസി ഇരുന്നതിന് ശേഷം ഫുള്ള് 18 പേരും കൊണ്ടൊന്ന് അനീഷിനെതിരെ പറഞ്ഞെങ്കിൽ ഇന്ന് ഒറ്റ മനുഷ്യര് അനീഷിനെതിരെ ശബ്ദിച്ചിട്ടില്ല, വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജിസേലിനും വലിയ പ്രശ്നങ്ങളൊന്നും ഇതിന് കിട്ടുന്നു. ഇവരൊക്കെ ഇതിനകത്ത് ജിസേല്, പിന്നെ അനീഷ്, ശരത്തിന്റെ കാര്യം അറിയാൻ പറ്റത്തില്ല, അവൻ ഇരട്ടത്താപ്പാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ അനുമോള്, ഇവരൊക്കെ കുറച്ചുകൂടെ നല്ല ഇതിലേക്ക് വരും. ബാക്കി കുറേ സരിക PG, ശാരിക,
രന ഫാത്തിമയാണേലും ഒരു കഥയില്ല, കൊച്ചുകുട്ടിയാണെന്ന്. നല്ലപോലെ കളിക്കേണ്ടവരൊക്കെ വന്ന് അവിടെ വന്ന് വഴക്കിടുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ശാരികയാണോ പിന്നെ ശൈത്യമാണോ പോകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ശരത്തിന്റെ പേരുമുണ്ട്. ഇതാണ് ഇന്നത്തെ ബിഗ് ബോസിലെ കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് രേണുസുതി. ഇന്നത്തെ ഒരു പേരങ്ങാണ്ടേ വന്നിട്ടുണ്ട്. രേണുസുതിയൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി പബ്ലിക്കിന്റെ ഇതും കൂടെ കൂട്ടിയാണല്ലോ ഇതിന്റെ ഒരു അവലോകനം വരുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുക. ഈ ആഴ്ച കട്ടിയേറെ ടാസ്കുകൾ വരും. അതിലൂടെ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരെല്ലാം രക്ഷപ്പെടും. അടുത്തൊരു അപ്ഡേറ്റിൽ കാണും വരെ നന്ദി, നമസ്കാരം.